ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലെ മുടിക്കോട് എന്ന ഭാഗത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത്. അതായത് ആ NH മുടിക്കൂട് NH ഉണ്ട്. ഇപ്പോൾ ഒരു അടിപ്പാതി മേൽപ്പാതൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. വീതി കൂടിയ നല്ല ടാറിംഗ് റോഡ് തന്നെയാണ് ഇതിൻ്റെ മുൻവശമായിട്ട് കൊടുത്തിട്ടുള്ളത്. ധാരാളം വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നൊരു വില്ലയാണിത്. കുറേ വീടുകളിലും ഇവിടെ ഓൾറെഡി താമസം ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. ഒരു വീതി കൂടിയ സ്ലൈഡിംഗ് ആയിട്ടാണ് മുൻവശത്തായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വലിയ വാഹനങ്ങൾ നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാം. ധാരാളം ടെക്സ്ചർ വർക്കുകൾ, അതുപോലെ കളർ പെയിൻറ്റിങ്, ബാം ലൈറ്റുകൾ, നല്ലൊരു അടിപൊളി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ബാം ലൈറ്റുകളോട് കൂടിയും നല്ല കളർ പെയിൻറ്റിങ്ങോട് കൂടിയിട്ടാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ചെറിയ വാഹനങ്ങളാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്തുമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 400 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിലാണ് 3 ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ നിർമ്മാണം. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ബോർഡറായിട്ട് ഒരു നീളം കൂടിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്. അതുപോലെ ഡബിൾ പാളി, തേക്ക് വുഡിലുള്ള ഡബിൾ പാളി ഡബിൾ ഡോറാണ് ഫ്രണ്ട് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന ലിവിങ് ഹാളാണിത്. വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെ ലിവിങ് ഹാളിൽ വിരിച്ചിരിക്കുന്നത്. അപ്പോക്സിയോട് കൂടി തന്നെയാണ് കേട്ടോ വിരിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ ഒരു ലിവിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മൾട്ടിവുഡിലൊരു അടിപൊളി TV യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ല LED ബൾബൊക്കെ ബോർഡറായിട്ട് കൊടുത്തിട്ട്, അതിന് മുകൾ വശത്ത് ധാരാളം ഹോൾ സീലിംഗ് വർക്ക് റിമോട്ട് കൺട്രോൾ ഫാനോട് കൂടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹാങ്ങിങ് ബൾബും വാം ലൈറ്റുകളും കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്ങും നല്ല മനോഹരമായിട്ട് തന്നെ ലിവിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഹാളിന് അതുമാതിരി ധാരാളം ഹോൾ സീലിംഗ് വർക്കൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക മൾട്ടിവുഡിലായിട്ട് ലിവിങ് ഹാളിൽ നിന്നാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 ഭാഗത്തും വിൻഡോസ് കൊടുത്തിരിക്കുന്നു. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ മിറർ വയ്ക്കുന്നതേ ഉള്ളൂ. ലിവിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഒരു 10-12 സൈസാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത്. അതേ മാച്ചിങ് യൂണിഫോമിൽ തന്നെയാണ് ടൈലും വിരിച്ചിരിക്കുന്നത്. ഹോൾ സീലിംഗ് വർക്ക് ഒരു LED ബൾബോട് കൂടിയിട്ടാണ്, ഒരു ഫാനോട് കൂടിയിട്ട് റിമോട്ട് കൺട്രോൾ ഫാനോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡ് ഡിസൈനിൽ UV ഷീറ്റിൽ അലമാരി വർക്ക് കൊടുത്തിരിക്കുന്നു. അതൊരു മിററോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല വെറൈറ്റി ഗ്യാരൻറ്റിയോട് കൂടിയുള്ള മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി വാൾട്ടയിലും കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് തന്നെ 2ാമത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നു. ഇവിടെയും 10-12 സൈസ് തന്നെയാണ് ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫാനോടും LED ബൾബോടും കൂടി തന്നെയാണ് ഇവിടെ മുകൾ വശം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അലമാരി വർക്ക് സൈഡിലായിട്ട് മിററോട് കൂടി കൊടുത്തിരിക്കുന്നു. ഒപ്പം ചേർന്നിട്ട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും. എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് ഹീറ്ററിനുള്ള പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷ് ഏരിയയും വാഷ് ബേസിൻ സെപ്പറേറ്റ് ഒരു സൈഡിലായിട്ട് എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബാത്റൂമിലും വെറൈറ്റി വാൾട്ടയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പോസിറ്റായിട്ട് 3ാമത്തെ ബെഡ്റൂം.
ഒരേ യൂണിഫോം പോലെ തന്നെയാണ് ടൈൽ എല്ലായിടത്തും ഒരേ മാച്ചിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാ 3 ബെഡ്റൂമിലും ഫാനും, ലിവിംഗ് ഹാളിലും ഡൈനിങ് ഹാളിലും എല്ലാം റിമോട്ട് കൺട്രോൾ ഫാനും അതുപോലെ LED ബൾബുകളും എല്ലാം നല്ലൊരു അടിപൊളി വെറൈറ്റി ലുക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയ ഒരു അലമാരി വർക്കും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. ഇപ്പം 3 ബെഡ്റൂമിലും ഓൾറെഡി അറ്റാച്ച്ഡ് ബാത്റൂമായി. വീതി കൂടിയ ടൈൽ തന്നെയാണ് ചുമരിൽ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ ഹീറ്ററിനുള്ള പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നാല് 300 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. നല്ലൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു അടിപൊളി എന്നൊക്കെ പറയാം. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ലിവിംഗ് ഹാളും ഡൈനിങ് ഹാളും എല്ലാം വെറൈറ്റി നല്ല ലുക്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നൊരു ഓപ്പൺ കിച്ചണായിട്ടാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം തുറന്നൊരു കിച്ചൺ. മൾട്ടിവുഡിൽ ഒരു LED ബൾബൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേ മാച്ചിങ് തന്നെയാണ് ടൈലും കൊടുത്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ. ധാരാളം താഴെയും മുകൾ വശത്തുമായിട്ട് ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. UV ഷീറ്റിലാണ് ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം തന്നെ മുകളിലും താഴെയൊക്കെ ധാരാളം മനോഹരമായ രീതിയിലാണ് ഒരു ആഷ് കളർ ഡിസൈനോട് കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗം. ഇവിടെ വർക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് ഓൾറെഡി ചെയ്ത് തരുന്നതാണ്. ഇനി അതല്ല സ്പേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സൈഡിലെല്ലാം ബേബി മെറ്റെല്ലാം വിരിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ ധാരാളം വീടുകളുള്ള ഒരു ഏരിയ. എല്ലാ വീടുകളിലും ഓൾറെഡി താമസക്കാരുള്ള ഒരു ഏരിയ തന്നെയാണിത്. വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അഥവാ വേണമെങ്കിൽ സ്പേസ് ആയിട്ട് അവിടെ ഇടാം. ഓപ്പൺ വെല്ലാണ്. എത്ര വലിയ പ്രളയത്തിലും വെള്ളം കയറാത്ത ഒരു ഏരിയയും അതുപോലെ വെള്ളം എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളം വറ്റാത്തൊരു ഏരിയയും. അതാണ് ഈ ഭാഗത്തെ പ്രത്യേകത. ഈ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടാനുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. 400 സെൻറ്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റിലെ 3 ബെഡ്റൂമുള്ള ഈ വീടിന് 45 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ഈ വില്ലയിൽ 35 ലക്ഷം, 33, 32 എന്നീ രീതിയിലുള്ള പല റേറ്റിലുള്ള വില്ലാസുകളും ഓൾറെഡി പണിത് തുടങ്ങി. ഈ മുടിക്കോട് ഭാഗത്ത് ഈ ഹൈവേന്ന് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വില്ല വേറെയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും വീടുകളോ എത്ര പഴകിയ വീടായാലും അതുപോലെ പറമ്പ്, ജാതി തോട്ടങ്ങൾ അങ്ങനെ എന്തെങ്കിലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നല്ല വെറൈറ്റി വില്ലയാണ് ഇവിടെ കാണുന്നത്. ധാരാളം വീടുകൾ വർക്ക് നടക്കുന്നതും താമസമുള്ള ഒരു ഏരിയ തന്നെയാണിത്. അടുത്ത വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.